നമസ്കാരം. സുഭാഷിതം. സുഖേ ദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം പറയുന്നത് സുഖത്തെയും ദുഃഖത്തെയും ലാഭത്തെയും നഷ്ടത്തെയും ജയത്തെയും പരാജയത്തെയും ഒരുപോലെ കണ്ട് യുദ്ധം ചെയ്താലും അങ്ങനെ ചെയ്താൽ നിനക്ക് പാപമില്ല എന്നാണ് ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം. ഇത് ഭഗവത്ഗീതയിലെ തന്നെ സുഭാഷിതമാണ്. നമ്മൾ ഈ സുഭാഷിതം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ശ്ലോകം വേറെ. അപ്പോൾ നല്ല ഭാഷിതങ്ങൾ എന്ത് കേട്ടാലും അത് സുഭാഷിതമായി നമ്മൾ അതിനെ ചിന്തിക്കാവൂ. നമ്മുടെ ഈ ലോകമാകുന്ന ജീവിതത്തിലും ജീവിത സമരത്തിലുമേ മേൽപ്പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയോ വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യസനിക്കുകയോ ചെയ്യരുത്. ഇപ്പോൾ സുഖം കൂടുതലുണ്ടായി അതിന് അനാവശ്യമായ ആഹ്ലാദം പാടില്ല. ആഹ്ലാദിച്ചോളൂ, അതിനൊരു പരിമിതം എന്നുള്ള, അതായത് പരിമിതമായ രീതിയിൽ ആഹ്ലാദിക്കുക. എന്തെങ്കിലും ദുഃഖകരമായ വിഷയങ്ങൾ നമ്മൾക്ക് അനുഭവപ്പെടുമ്പോൾ ആ വ്യസനം എന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റ് കൊടുക്കുക, ഒരു പരിമിതം കൊടുക്കുക. കാരണം അത്യധികമായി സന്തോഷിക്കുകയും അത്യധികമായി ദുഃഖിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഏത് രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായാലും അതിനെ സമചിത്തത പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ സുഭാഷിതം അർത്ഥമാക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും അനിവാര്യമാണ്. അത് രണ്ടും വന്നു കൂടിയേ പറ്റൂ. എന്നിരുന്നാലും അതിന് അമിത ആഹ്ലാദത്തിനും അമിത ദുഃഖത്തിനും നമ്മൾ മനസ്സ് കൊടുക്കാതെ സമചിത്ത ഭാവനയോടുകൂടി അതിനെ സമീപിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും വിജയം ഉണ്ടാകും എന്ന് കരുതി ചിലർ ചോദിക്കും, നിങ്ങളുടെ റിലേറ്റീവ്സ്, അതായത് രക്തബന്ധത്തിലുള്ളവർ നമ്മുടെ വേർവിട്ട് പോകുമ്പോൾ നമുക്ക് ദുഃഖമില്ലെന്നുണ്ട്. അതിനെ ഓർക്കാൻ നമ്മൾ ചില ദിവസങ്ങളോ അല്ലെങ്കിൽ ചില വർഷങ്ങളോ പ്രത്യേകമായ സമയങ്ങളിൽ അത് ചെയ്യാറുണ്ട്. അതുപോലെ ആഹ്ലാദം വരുമ്പോൾ നമുക്ക് അമിതമായ ആഹ്ലാദത്തിന് ഇവിടെ പാടില്ല എന്നാണ് പറയുന്നത്. ഒരു മിതമായ ആഹ്ലാദമാണെങ്കിൽ ആ ആഹ്ലാദം എന്നേക്കുമായി നിലനിൽക്കും എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കണം. നമസ്തേ.